സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് ദുരിതപ്പെയ്ത്ത് 6 മരണം പരക്കെ മണ്ണിടിച്ചിൽ. പൂഞ്ഞാർ പയ്യാനിത്തടത്ത് വീട് ഒലിച്ചുപോയി, അമ്മയും മകനും മരിച്ചു. തൊടുപുഴ കാഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ 1 മരണം. മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. വടക്കൻ കേരളത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. ആശങ്ക കൂട്ടി വയനാട്ടിലും കോഴിക്കോടും മഴ. തിരുവമ്പാടി മുത്തപ്പൻപുഴയിൽ താൽക്കാലിക ചപ്പാത്ത് ഒലിച്ചുപോയി. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ ഈങ്ങാപ്പുഴയിൽ വെള്ളക്കെട്ട്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം. കണ്ണൂർ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കാര്യങ്കോട് പുഴ കരകവിഞ്ഞു. മധ്യ കേരളത്തിൽ ഗുരുതര സാഹചര്യം. റാന്നി നഗരം മുങ്ങി. ഇനിയും മഴ കനത്താൽ പ്രളയ സമാനമാകുമെന്ന് മുന്നറിയിപ്പ്. വെള്ളക്കെട്ടിലായി പാല. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡും വെള്ളത്തിൽ. വണ്ടിപ്പെരിയാറിലും വെള്ളം കയറി. കോതമംഗലം മണികണ്ഠൻ ചാൽച്ചപ്പാത്ത് മുങ്ങി. ഉന്നതികൾ ഒറ്റപ്പെട്ടു. കടലിലും കെടുതികൾ രൂക്ഷം. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ് 1 മരണം. വിഴിഞ്ഞത്ത് നിന്ന് പോയ 5 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ. മുതലപ്പുഴയിലും അപകടം. 2 പേരെ കാണാതായി. രക്ഷാപ്രവർത്തനത്തിന് നേരിട്ടെത്തി മന്ത്രി CP ജോൺ. അതിവേഗ നടപടികളുമായി സർക്കാർ. രക്ഷാസേനകൾ സജ്ജമെന്ന് VD സതീശൻ. റവന്യൂ മന്ത്രിക്ക് ഏകോപന ചുമതല. ഇടുക്കിയിൽ ക്യാമ്പ് ചെയ്ത് മന്ത്രി അനൂപ് ജേക്കബ്. വടക്കൻ കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈനുകൾ. കൊട്ടാരക്കര ദിണ്ടുഗൽ ദേശീയപാതയിൽ രാത്രിയാത്രാ നിരോധനം. പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുപ്പിച്ച് CPM. VD സതീശൻ വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചുവെന്ന് പിണറായി വിജയൻ. ലണ്ടനിൽ പിരിച്ച തുക എങ്ങനെ മണപ്പാട് ഫൗണ്ടേഷൻ എത്തിയതെന്നും ചോദ്യം. ഉബർ ഡ്രൈവർമാരുടെ സമരം തീർക്കാൻ സർക്കാർ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചർച്ച. ഉബർ സമരം തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടം നിർത്തിവെച്ച് സമവായത്തിനെന്ന് പറഞ്ഞ് വിളിച്ച് ഉബർ കമ്പനി അവഹേളിച്ചുവെന്ന് ഡ്രൈവർമാർ.